നമസ്കാരം. ജനറൽ മെഡിക്കൽ അവയർനെസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഇഷാന, കൺസൾട്ടന്റ് അനസ്തീഷ്യോളജിസ്റ്റ് ലിസി ഹോസ്പിറ്റൽ. റീജിയണൽ അനസ്തീഷ്യയെ പറ്റി ചില സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സച്ചിൻ ജോർജ്, സീനിയർ കൺസൾട്ടന്റ്, ലിസി ഹോസ്പിറ്റൽ. നമസ്കാരം സർ. പലപ്പോഴും അനസ്തീഷ്യ ഡോക്ടർ രോഗിയോട് റീജിയണൽ അനസ്തീഷ്യ എന്ന ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ജനറൽ അനസ്തീഷ്യ, സ്പൈനൽ അനസ്തീഷ്യ എന്നിവ കൂടാതെ എന്താണ് ഈ റീജിയണൽ അനസ്തീഷ്യ? ജനറൽ അനസ്തീഷ്യയെ പറ്റിയും സ്പൈനൽ അനസ്തീഷ്യയെ പറ്റിയും നമ്മൾ കേട്ട് കഴിഞ്ഞു. പല സന്ദർഭങ്ങളിലും ഈ ജനറൽ അനസ്തീഷ്യയ്ക്കോ സ്പൈനൽ അനസ്തീഷ്യ കൊണ്ടോ ഓപ്പറേഷൻ നടക്കാത്ത സാഹചര്യങ്ങളും ചിലപ്പോൾ രോഗിയുടെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ട് ഈ ജനറൽ അനസ്തീഷ്യ, സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴും ഓപ്പറേഷൻ നടത്തേണ്ട ഒരു പ്രത്യേക ഭാഗം മാത്രം മരവിപ്പിച്ച് ഓപ്പറേഷന് വിധേയമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ റീജിയണൽ അനസ്തീഷ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രോഗിയുടെ രോഗം ബാധിച്ച ഭാഗം മാത്രം ഓപ്പറേഷൻ നടത്താൻ സാധിക്കും വിധം പാകപ്പെടുത്തുന്നതാണല്ലോ റീജിയണൽ അനസ്തീഷ്യ. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നിയന്ത്രിക്കുന്നത് തലച്ചോറാണെന്നറിയാമല്ലോ. തലച്ചോറിന് ഇത് സാധ്യമാകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പലതരത്തിലുള്ള സെൻസേഴ്സ് വഴി സ്പർശനം, വേദന, അതുപോലെയുള്ള സെൻസേഷൻസ് ഞരമ്പുകൾ വഴിയാണ് തലച്ചോറിലേക്ക് എത്തപ്പെടുന്നതും ഈ നെർവ് ഇമ്പൾസസ് തലച്ചോറ് പ്രോസസ്സ് ചെയ്ത് അത് വേദനയാണ്, സ്പർശനമാണ്, ടച്ചാണ് എന്നൊക്കെ തലച്ചോറ് മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു പ്രത്യേക ഭാഗത്തു നിന്നുള്ള ഞരമ്പുകളെ ചില മരുന്നുകൾ ഉപയോഗിച്ച് ആ ഞരമ്പുകളിലൂടെയുള്ള ഈ നെർവ് ഇമ്പൾസസ് അതിൻ്റെ ട്രാൻസ്മിഷൻ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഇമ്പൾസസ് തലച്ചോറിലേക്ക് എത്താതിരിക്കുകയും ആ ഭാഗത്തുള്ള സെൻസസ്, അത് വേദനയാണെങ്കിലും സ്പർശനമാണെങ്കിലും മറ്റ് എന്ത് സെൻസേഷൻസ് ആണെങ്കിലും അത് തലച്ചോറിലേക്ക് ഈ സെൻസേഷൻസ് എത്താത്തത് കൊണ്ട്, ഈ സിഗ്നൽസ് എത്താത്തത് കൊണ്ട് തലച്ചോറിനത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇപ്പോൾ വേദനയാണെങ്കിൽ ആ ഭാഗത്തുള്ള വേദന തലച്ചോറിന് മനസ്സിലാക്കാതെ വരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഭാഗത്തെ തരിപ്പിക്കുന്നതും ആ ഭാഗം ഓപ്പറേഷന് വേണ്ടി നമ്മൾ ആ ഭാഗം പാകപ്പെടുത്തുന്നതും. നരമ്പുകളെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ നരമ്പുകളെ ബ്ലോക്ക് ചെയ്യുന്നത്? അതെങ്ങനെയാണ് നമുക്ക് നരമ്പുകളെ കാണാൻ പറ്റുന്നതെന്നൊന്ന് വിശദീകരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഞരമ്പുകളിലൂടെയുള്ള നെർവ് ട്രാൻസ്മിഷനാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് പലതരത്തിലുള്ള മരുന്നുകളുണ്ട് ഈ ഞരമ്പുകളിലൂടെയുള്ള ട്രാൻസ്മിഷൻ ബ്ലോക്ക് ചെയ്യാനായി. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഏത് അവയവത്തിനോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആ ഭാഗത്തു നിന്നും ബ്രെയിനിലേക്ക് പോകുന്ന ഞരമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആധുനികമായ അൾട്രാസൗണ്ട് മെഷീനുകളും നെർവ് സ്റ്റിമുലേറ്റർ പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കിന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ച് കൃത്യമായി ഈ ഞരമ്പുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ആ ഞരമ്പുകളിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ വഴി ചില മരുന്നുകൾ കുത്തിവെച്ച് ഈ ഞരമ്പുകളിലൂടെയുള്ള നെർവ് ട്രാൻസ്മിഷൻ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ആ ഭാഗങ്ങളിലുള്ള സെൻസേഷൻസ് തലച്ചോറിലേക്ക് എത്തുന്നത് തടയപ്പെടുന്നു. ആ ഒരവസ്ഥയിൽ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന അവയവം മാത്രം മരവിപ്പിക്കുകയാണല്ലേ? എന്താണ് ഈ ലോക്കൽ അനസ്തീഷ്യയും റീജിയണൽ അനസ്തീഷ്യയും തമ്മിലുള്ള വ്യത്യാസം? പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് ടെർമിനോളജിയാണിത്. ലോക്കൽ അനസ്തീഷ്യ സാധാരണയായി ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചെറിയൊരു ഭാഗത്ത് ഈ ലോക്കൽ അനസ്തീഷ്യ മരുന്നുകൾ കുത്തിവെച്ച് മരവിപ്പിക്കുന്നതിനെയാണ് ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. പക്ഷേ റീജിയണൽ അനസ്തീഷ്യ എന്നുള്ളത് കുറച്ചും കൂടെ വ്യാപ്തിയുള്ള ഒരു തരത്തിലുള്ള അനസ്തീഷ്യയാണ്. അവിടെ നമ്മളൊരു ചെറിയ ഭാഗം മാത്രമല്ല മരവിപ്പിക്കുന്നത്, നമ്മൾ ആ ഒരു കൃത്യമായ ഒരു ഭാഗത്തെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളോ അല്ലെങ്കിൽ ഞരമ്പുകളുടെ ഒരു കൂട്ടം, നെർവ് പ്ലെക്സസ് എന്ന് പറയുന്നു, ആ നെർവ് പ്ലെക്സസിനെ ഒന്നടങ്കം ബ്ലോക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പോൾ അതിന് ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം മാത്രമല്ല, അതിന് വളരെ വ്യാപ്തിയുള്ള ഒരു അനസ്തീഷ്യയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ചെറിയ ഒരു സ്വെല്ലിങ്ങോ എന്തെങ്കിലും സർജൻ അതിൻ്റെ ചുറ്റും
മരവിപ്പിക്കാനുള്ള മരുന്ന് കൊടുത്ത് അത് എക്സസൈസ് ചെയ്യുന്നതിന് ലോക്കൽ അനസ്തീഷ്യ ഉപയോഗിക്കും. പക്ഷേ ഒരു കയ്യിലോ കാലിലോ ഉള്ള ഒരു മേജർ പ്രൊസീജിയേഴ്സ് ആ ചെറിയൊരു ഭാഗം മാത്രം ധരിപ്പിച്ചതുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ അവയവങ്ങളിലേക്ക്, കയ്യിലേക്കോ കാലിലേക്കോ വരുന്ന മുഴുവനും ഞരമ്പുകളെ ഒന്നിച്ച് മരവിപ്പിക്കേണ്ടി വരും. അവിടെയാണ് ഈ റീജിയണൽ അനസ്തീഷ്യ എന്നുള്ള സങ്കേതം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീനോ നെർവ് സ്റ്റിമുലേറ്ററോ കൊണ്ട് ആ മുഴുവനും ഞരമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പ്രോബ്ലംസ്? ഇതിന് അപകട സാധ്യതകളുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്ക് ഈ റീജിയണൽ അനസ്തീഷ്യ എന്നുള്ള സങ്കേതം നമ്മൾ ഉപയോഗിക്കുന്നത് രോഗിക്ക് ജനറൽ അനസ്തീഷ്യയോ സ്പൈനൽ അനസ്തീഷ്യയോ അതുപോലെയുള്ള അനസ്തീഷ്യ ടെക്നിക്സ് ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം രോഗിക്ക് എന്തെങ്കിലും ശാരീരികമായ പ്രയാസങ്ങളോ ഒക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള അനസ്തീഷ്യ മെത്തേഡുകൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങളുള്ള രോഗിക്ക് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ലൈഫ് സേവറാണ് ഈ റീജിയണൽ അനസ്തീഷ്യ എന്നുള്ള പ്രൊസീജിയർ. ഇതിന് അപകട സാധ്യതകൾ മറ്റുള്ള ടെക്നിക്കുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ചെറിയ തോതിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊഴിച്ചാൽ കമ്പാരിറ്റീവ്ലി സേഫറാണ് എന്ന് പറയാം. ഓപ്പറേഷൻ കൂടാതെ ഇതിന് മറ്റേതെങ്കിലും സാധ്യതകളുണ്ടോ? മറ്റു പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. ഒന്ന്, ഓപ്പറേഷന് നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നത് പോലെ തന്നെ ഓപ്പറേഷന് ശേഷം ഉണ്ടാകുന്ന വേദനയ്ക്കും ഇതേ സങ്കേതം ഉപയോഗിച്ച് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഉദാഹരണത്തിന് സർജറിക്ക് ശേഷമുള്ള വേദന കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വേദന സംഹാരികളുടെ ഡോസ് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ഒരു ജനറൽ അനസ്തീഷ്യയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു രോഗിക്ക് ആ ജനറൽ അനസ്തീഷ്യയുടെ കൂടെ നമ്മൾ ഒരു റീജിയണൽ അനസ്തീഷ്യ ടെക്നിക്കും കൂടെ ഉപയോഗിച്ചാൽ സർജറിക്ക് ശേഷം രോഗിയുടെ വേദന കൺട്രോൾ ചെയ്യാനായി നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ ഡോസ് വളരെയധികം കുറയ്ക്കാൻ പറ്റുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എമർജൻസി കാഷ്വാലിറ്റിയിലോ മറ്റും വരുന്ന രോഗികൾ, കൈക്കോ കാലിനോ ക്ഷതമേറ്റ് വരുന്ന രോഗികൾക്ക് ഇമ്മീഡിയറ്റ്ലി ഈ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് വേദന സ്വിച്ചിട്ടതുപോലെ വേദന കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പലതരം ഗുരുതരമായ രോഗങ്ങളുള്ള ക്യാൻസർ പോലെയുള്ള രോഗാവസ്ഥയിലുള്ള രോഗികൾക്ക് അതിന് വേദനയാണ് ആ രോഗികളെ അലട്ടുന്ന ഏറ്റവും പല ക്യാൻസറുകളിലും അതാണ് പ്രധാന പ്രശ്നം. അങ്ങനെയുള്ള രോഗികളിലും നമുക്ക് ഈ ഒരു സങ്കേതം ഉപയോഗിച്ച് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ പെയിനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അനസ്തീഷ്യ കൂടാതെ അനസ്തീഷ്യയ്ക്ക് ശേഷമുള്ള വേദന, മറ്റ് ക്ഷതങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന വേദനകൾ, ക്രോണിക് പെയിൻ, ക്യാൻസർ പോലെയുള്ളതോ അല്ലെങ്കിൽ അതുപോലെയുള്ള നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള വേദനകൾ കൺട്രോൾ ചെയ്യാനും ഇതേ സങ്കേതം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് റീജിയണൽ അനസ്തീഷ്യയെ പറ്റി ഇത്രയധികം ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു. എല്ലാവർക്കും നന്ദി.